സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിട്ട് പോയ സാധനമാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി അല്ലേ? അതെല്ലാവരും ശരിയാക്കി ഞാൻ വിചാരിക്കുന്നു. ആ സമയത്ത് ഇവിടെ നിന്ന് ക്ലാസ്സിൽ നിന്ന് ആരോ ആണ് പറഞ്ഞത് PPP-യുടെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ തേർഡ് ബിഗ്ഗസ്റ്റ് എക്കണോമി ആണ് എന്ന് പറഞ്ഞു. ആരായിരുന്നു ആ പറഞ്ഞത്? ആണ് ഇവിടെ പറഞ്ഞ ആളിരിപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശരിയാക്കി കാണുമല്ലോ. ശരിയാക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ധൈര്യമായിട്ട് കൈവക്കണം. ഉണ്ട്. ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റിച്ചത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പർച്ചേസിംഗ് പവർ പാരിറ്റി. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിച്ച ആരെങ്കിലും ഉണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ട് പോയ സാധനമാണ് അല്ലേടേ? ഏത് ടോപ്പിക്ക് പഠിപ്പിച്ചപ്പോഴാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി പറഞ്ഞത്? നില്ല് ഫോറിൻ റേറ്റോ എക്സ്ചേഞ്ച് റേറ്റ്? എന്താ കുഴപ്പം? പറയാം. അത് നല്ല കാര്യം. പിന്നെ അവിടെ നിനക്ക് എന്താ വേണ്ടിയിരുന്നത്? ഇൻകം ലെവൽ എന്നുള്ള വാക്ക് കണ്ടപ്പോഴാണ് എനിക്ക് ഡൗട്ട് അടിച്ചതെന്ന് ചോദിച്ചു. അവിടെ വേറെ എന്ത് വാക്കാണ് നീ എക്സ്പെക്ട് ചെയ്യുന്നത്? അവിടെ പറ. അവൻ വേറൊരു വാക്കും അവനോട് എക്സ്പെക്ട് ചെയ്യാനില്ല. നമുക്കൊരു സാധനത്തെ നമ്മൾ സംശയിക്കേണ്ടത് എപ്പോഴാ? നമ്മുടെ മുന്നിൽ ഇതാണോ അതാണോ എന്ന് ഡൗട്ട് തോന്നുമ്പോഴാ. പറയാം വരുവാ അല്ലേ? നമ്മുടെ മുന്നിലേക്ക് നമുക്കൊരു സാധനത്തെ ഡൗട്ട് തോന്നേണ്ടത് നമുക്ക് ഇതല്ലാതെ അതും പോസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് അല്ലേ? അല്ല ഇതല്ലാതെ വേറെ ഏതെങ്കിലും ആയാലോ എന്നുള്ള ചിന്തയ്ക്ക് സ്ഥാനമില്ല. മനസ്സിലായോ? ഇതല്ലാതെ മറ്റൊന്ന് നമ്മുടെ മുന്നിൽ സംശയിക്കാനുള്ളപ്പം നീ സംശയിച്ചാൽ ഓക്കെ. ഈ ഇൻകം ലെവൽ എന്ന് പറയുന്ന ആ സാധനത്തിന് പകരം വേറൊരു സാധനം ഊഹിക്കാൻ പോലും നിന്റെ കയ്യിലില്ല. എങ്ങനെ? അതുകൊണ്ട് ഓക്കെ, നിന്റെ അതിനെ ഞാൻ എടുക്കാം. ഓക്കെ, ഇൻകം ലെവൽ വെച്ച് ഓരോ ഇൻഡിവിജ്വലിനെയും കിട്ടുവേ. ഓരോ ഇൻഡിവിജ്വലിനെയും കൂട്ടിയ രാജ്യത്തിന് മൊത്തം കിട്ടുമോ? എന്താ? അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മൾ ഡൗട്ട് അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു ഓൾട്ടർനേറ്റീവ് അവിടെ പ്ലേസ് ചെയ്യാനുണ്ടാവണം. ഇവിടെ ഇൻകം ലെവലിന് പകരം എഴുതാൻ വേറെ വേർഡ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? അറിയാം, പറഞ്ഞു. ടു കമ്പയർ ദി കോമ്പറ്റേറ്റീവ്നെസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. ഇൻകം ലെവലിനും കോമ്പറ്റേറ്റീവ്നെസ് മാറ്റുന്നതുകൊണ്ട് ഇതിനകത്ത് എന്ത് വ്യത്യാസം ഉണ്ടാവും? വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇപ്പം ഇന്ത്യ ഒരു ഏഷ്യൻ രാജ്യമാണ്. ഇത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് അറിയാത്ത സ്റ്റേറ്റ്മെന്റ് ആണെന്ന് കരുതുക. ഈ ഏഷ്യയുടെ സ്ഥാനത്ത് ആഫ്രിക്ക വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം അല്ലേ? കാരണം നിങ്ങൾക്ക് 7 കോണ്ടിനെന്റുകളുടെയും പേരറിയാമെന്ന് കരുതുക. അല്ലെങ്കിൽ യൂറോപ്പ് എന്ന് പ്ലേസ് ചെയ്യാം. പോട്ടെ, ഇന്ത്യ വേണ്ട, ഇന്ത്യ അറിയാവുന്നതുകൊണ്ടാണ്. ഓക്കെ, ചാട് ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല, കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന രാജ്യമായിരിക്കും ചാട്. ഓക്കെ, ചാട് ഈസ് ആൻ ഏഷ്യൻ കൺട്രി. അപ്പം നിങ്ങൾക്ക് അവിടെ എന്താ ഏഷ്യൻ കൺട്രി ആണോ, ഇനി ആഫ്രിക്കയാണോ, യൂറോപ്പാണോ, ഓസ്ട്രേലിയയിലാണോ, അല്ലെങ്കിൽ ബാക്കി 2 അമേരിക്കാസിലാണോ? ഇത് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാനുണ്ട് അവിടെ, ഈ ഓൾട്ടർനേറ്റീവ്സ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുന്നതിൽ ന്യായമുണ്ട്, ലോജിക്കുണ്ട്. മനസ്സിലായോ? ഇത് നിങ്ങൾ ഡൗട്ട് അടിച്ചോ, അത് ലോജിക്കാ. നിങ്ങൾക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാനൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സംശയിക്കുന്നത്? അങ്ങനത്തെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സിനെ സംശയിക്കാതിരിക്കുക. മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്നതുണ്ടെങ്കിൽ സംശയിച്ചു, അറിയാത്തതാണെങ്കിൽ പൊതുവേ അതിനെ സംശയിക്കാതിരിക്കുക. എന്നുവെച്ചാൽ എല്ലാം 100% ഇത് റൈറ്റ് ആവും എന്നല്ല, ഞാൻ കൂടുതലും റൈറ്റ് ആവാനുള്ള സാധ്യതയാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് അനാവശ്യ സംശയങ്ങൾ പാടില്ല, അനാവശ്യ ചിന്തകൾ പാടില്ല. ഇനി ഇവിടെ തെറ്റിച്ചാൽ പറഞ്ഞേ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ 2-3 കൈകൾ പൊങ്ങി. എന്താ ചിന്തിച്ചത്? വേൾഡ് വൈഡ് ആണ് അതിനകത്ത് പ്രശ്നമായി പോയത്. ഓക്കെ, വേൾഡ് വൈഡ് അത് യൂസ് ചെയ്യുകൊണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ട്രൂ ആയിട്ട് എടുക്കും? എടുത്ത്. അപ്പൊ ഇന്ത്യ അത് തെറ്റായതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അവിടെ എന്താ ന്യായം? പറഞ്ഞു നിങ്ങളെ തോന്നി. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? മഷിയിട്ട് നോട്ടം. എക്സാം ഹോളിൽ അങ്ങനത്തെ ഒന്നും സ്ഥാനമില്ല. നമുക്ക് തെറ്റാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് അത് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? നമുക്ക് അറിയണം അത് തെറ്റാന്ന്. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. അടുത്ത ടെസ്റ്റ് മുതൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് തെറ്റാണെന്ന്. അങ്ങനെയാണെങ്കിൽ അതിനെ തെറ്റടിക്കുക. ബാക്കി എല്ലാത്തിനും റൈറ്റ് ആണെന്ന് അസ്യൂം ചെയ്ത് നോക്കുക. ഇതിലും ഭേദം മാർക്കായിരിക്കും, ഒരു സംശയമില്ല. മനസ്സിലായോ? കാരണം നമ്മൾ പഠിക്കുന്നതിനകത്ത് നിന്ന് ഒരു സാധനം തെറ്റാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ നോക്കും.
അതിന് പുറത്തേക്ക് അന്നേരം ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ട്രൂ ആണെന്ന് പറഞ്ഞ് എടുത്തു നോക്ക്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജി ഡി പിയുടെ ബേസിക് ആയിട്ടുള്ള 2-3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതും തെറ്റിച്ചാറുണ്ടോ? ഉണ്ടോ? ആർക്കോ കൈപൊക്കണമെന്നൊക്കെ അവിടെ തോന്നുന്നുണ്ട്. തെറ്റിച്ചിട്ടില്ലല്ലോ. ഈസി 2 സ്റ്റേറ്റ്മെന്റ്. ഒന്ന് ജി ഡി പിയുടെ ഡെഫിനേഷൻ കൊടുത്തേക്കുന്നു, ജി ഡി പിക്ക് അത് എന്തുണ്ടെന്ന് കൊടുത്തേക്കുന്നു. ഇന്ത്യ യൂസസ് ഓൺലി എക്സ്പെൻഡിച്ചർ മെത്തേഡ് ടു കാൽക്കുലേറ്റ് ഇന്ത്യൻ ജി ഡി പി. ഓക്കെ, ഇന്ത്യ കോമൺലി ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഏതായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുള്ള 3 മെത്തേഡുകളിൽ ഏതായിരിക്കും സാധ്യത? നിങ്ങൾ ലോജിക്കലി പറ, ഏതിനായിരിക്കും സാധ്യത? ഇൻകം, എക്സ്പെൻഡിച്ചർ, പ്രൊഡക്റ്റ്. 3 മെത്തേഡ്. ഞാൻ പേരൂടെ പറഞ്ഞു തന്നേക്കാം, പേരോർത്തില്ലെങ്കിൽ. പറ. അത്രേ ഉള്ളൂ. ലോജിക്കലി അതിനകത്ത് ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്നത് പ്രൊഡക്റ്റ് മെത്തേഡ് തന്നെ. സ്വാഭാവികമായിട്ടും എന്ന് വെച്ച് പ്രൊഡക്റ്റ് മെത്തേഡ് മാത്രം യൂസ് ചെയ്തിട്ടാണ് എന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് സെക്ടേഴ്സിൽ പ്രൊഡക്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, കുറച്ച് സെക്ടേഴ്സിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ആ സ്ട്രാറ്റജീസ് ഒക്കെ അറിയായിരിക്കും. ഇങ്ങനത്തെ എക്സ്ട്രീം ആക്കാൻ തരുന്ന വേർഡ്സ് ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ തെറ്റായിട്ട് കൺസിഡർ ചെയ്യുക. തെറ്റായിരിക്കും എന്നല്ല, നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്ത നോക്കിയാൽ അടുത്തതും ജനറൽ. ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം എക്സാമിന്. നിങ്ങൾ കഴിഞ്ഞൊരു 4 വർഷത്തെ ട്രെൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ബേസിക്സിലോട്ട് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുന്ന അവർക്ക് ഉറപ്പാണ്. അപ്പോൾ അവർ തീരെ താഴെ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടടിക്കും. അപ്പോൾ ഇതേപോലത്തെ ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. സി, ഇന്ത്യൻ ഗവൺമെന്റ് ക്യാൻ പ്രിന്റ് 1 rupee നോട്ട്സ്. ട്രൂ ഓർ ഫോൾസ്? കറക്റ്റ് ആണ് അല്ലേ? 1 rupee നോട്ട് ഇസ് ദി ഓൺലി നോട്ട് ബെയറിംഗ് ദി ഫിനാൻസ് സെക്രട്ടറി സിഗ്നേച്ചർ ആൻഡ് നോട്ട് ദി RBI ഗവർണേഴ്സ്. കറക്റ്റ് അല്ലേ? 1 കറക്റ്റ് ആണെങ്കിൽ ട്രൂ, 2 കറക്റ്റ് ആയാലേ പറ്റൂ. ഈ 2 സ്റ്റേറ്റ്മെന്റ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും അറിയാം. RBI Act 1934 provides that central government may authorize minting of coins of denomination not higher than ₹1000. ശരിയോ തെറ്റോ? എന്തുകൊണ്ട്? അറിയത്തില്ല, പക്ഷെ തെറ്റായിട്ട് എടുത്തു. അതെങ്ങനെ എടുത്തു? അത് പറ. അപ്പൊ ശരി, ആൻസർ കറക്റ്റ് ആയല്ലോ. അത് പറ. ആ ലോജിക്കാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് അറിയത്തില്ല. ഇതിനകത്ത് പറയുന്നത് എന്താ? RBI Act provides that central government may authorize minting of coins. അതായത് RBI Act 1934 പറയുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് മേ ഓതറൈസ് മിൻറ്റിംഗ് ഓഫ് കോയിൻസ് ഓഫ് ഡിനോമിനേഷൻ നോട്ട് ഹയർ ദാൻ 1000. അതായത് 1000 രൂപയ്ക്ക് മുകളിലല്ലാത്ത കോയിനുകൾ മിൻറ്റ് ചെയ്തിറക്കാൻ സെൻട്രൽ ഗവൺമെന്റിന് അധികാരമുണ്ട് ആസ് പെർ RBI Act. എന്ത് ശുദ്ധ ലോജിക്കില്ലായ്മ അത്? RBI Act ആർക്കുള്ളതാ? RBIക്കുള്ളതല്ലേ? അത് ആരെയാ ഓതറൈസ് ചെയ്യുന്നത്? സർക്കാരിനെ. സർക്കാർ ഉണ്ടാക്കിയത് ഈ ആക്ട് അല്ലേ? സർക്കാരാണ് ഈ RBI Act ഉണ്ടാക്കിയിരിക്കുന്നത്. RBI Act ഓതറൈസസ് ദി സെൻട്രൽ ഗവൺമെന്റ്. അവിടെ വെച്ച് തന്നെ അതിന്റെ ലോജിക്കില്ലായ്മ നിങ്ങൾ തിരിച്ചറിയണം. RBIക്ക് വേണ്ടി സർക്കാർ ഉണ്ടാക്കിയ ആക്ട് അത്. അപ്പൊ ആ RBIക്ക് വേണ്ടിയിട്ടുള്ള ആക്ടാ, RBIയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആക്ടാ. അതുവഴി സർക്കാരിനല്ല അത് ഓതറൈസേഷൻ കൊടുക്കുന്നത്. ആ ഒറ്റ ലോജിക്കില്ലായ്മ തിരിച്ചറിഞ്ഞാൽ മതി. അതിനകത്തെ ഫാക്ട് നിങ്ങൾ അറിയണമെന്നില്ല, ഒന്നും അറിയണമെന്നില്ല. ആ ലോജിക്കില്ലായ്മ തിരിച്ചറിയുക. എക്കണോമിയിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ ഇങ്ങനെ ക്രാക്ക് ചെയ്യാൻ നോക്കും, ആ ലോജിക്കില്ലായ്മ കണ്ടുപിടിച്ചാൽ. ഓക്കെ, നമ്മുടെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന തരത്തിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യും. അതായത് തെറ്റിന്റെ സാധനം അവിടെ ഇട്ടേക്കും, നമ്മൾ ഒരിക്കലും അത് ശ്രദ്ധിക്കത്തില്ല. എന്നുവെച്ചാൽ അതിനകത്തെ വേറെ പാർട്ടിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകും. ഈ രീതി ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യും UPSC. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഈ രീതിയിലായിരിക്കും അവർ ഫ്രെയിം ചെയ്യുന്നത്. മനസ്സിലായോ? തെറ്റെവിടാ കിടക്കുന്നതെന്ന് നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ റെഡിയാകത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് വാട്സാപ്പിലൊക്കെ ഫോർവേഡായിട്ട് വരുന്ന ചില സെൻറ്റൻസുകൾ കണ്ടിട്ടില്ലേ? തെറ്റ് മീൻസ് ദിയുടെ സ്പെല്ലിങ് തെറ്റായിരിക്കും, അല്ലെങ്കിൽ ദി 2 വട്ടം എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് വായിച്ചിട്ട് രണ്ടാമത്തെ തവണ വായിക്കുമ്പോഴായിരിക്കും നമ്മൾ അതിനകത്ത് തെറ്റ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? പ്രശ്നം എന്താ? നമ്മുടെ ബ്രെയിന് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. മനസ്സിലായോ? നമ്മുടെ ബ്രെയിന് ടി നോക്കണേ, ഓക്കെ അടുത്ത ദി ആണെന്ന് നമുക്കറിയാം. ആ സ്റ്റേറ്റ്മെന്റിൽ അടുത്തത് ഒരു വാക്ക് വരേണ്ടത് ദി ആണെന്ന് അറിയാം. അപ്പം നമ്മളങ്ങ് വായിച്ചു പോകും. അപ്പം അതേപോലെ കാണും ഇവിടെ. നമ്മളോട് ഇത് പ്രാക്ടീസ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. നിങ്ങളെ ഇതൊന്നും ശ്രദ്ധിപ്പിക്കാതെ പോകുന്ന സാധനം. കാരണം അതിൻ്റെ മെയിൻ സബ്ജക്റ്റ് ഇട്ടേക്കുന്നത് ഇവിടോട്ടാണ്. കോയിൻസ് നോട്ട് ഹയർ ദാൻ 1000 rupees എന്നുള്ളിടത്തോടെ അതിൻ്റെ മെയിൻ സബ്ജക്റ്റ് ഇട്ട് തന്നു. അപ്പം നമ്മുടെ ശ്രദ്ധ അവിടെയാണ്. അവിടെ നീ ചിന്തിക്കുന്നത് എന്തോ 1000 മുകളിൽ പറ്റുമോ ഇല്ലയോ,
ഈ ചിന്തയിലോട്ട് കൊണ്ടുപോവുക. അതും ചിന്തിക്കേണ്ടതാണ്, എല്ലാം നല്ല ഞാൻ പറയുന്നത്, അതും ചിന്തിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ നൈസായിട്ടൊരു സാധനം ഇട്ട് തെറ്റിച്ച് കഴിഞ്ഞിരുന്നു. പിന്നെ രണ്ടാമത് ഇതിനകത്ത് ലോജിക്കില്ലായ്മ ഞാൻ പറഞ്ഞല്ലോ. RBI ആക്ട് RBI ക്കുള്ള ആക്ടാണ്. RBI ആക്ട് പിന്നെ സെൻട്രൽ ഗവൺമെന്റിനെ ഓതറൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് വൺ ഭയങ്കര ഈസി ഒരു സാധനം. ഇതേപോലെ ലോജിക്കില്ലായ്മനകത്ത് നമുക്ക് കാണാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസോ? മോണിറ്ററി പോളിസി കമ്മിറ്റി വുഡ് be entrusted with the task of fixing benchmark policy rate required to contain inflation within the specific target level. ശരിയോ തെറ്റോ? ശരിയാ അല്ലേ? മോണിറ്ററി പോളിസിയുടെ ചുമതലയാണല്ലോ അതിനകത്ത് നിർത്താൻ വേണ്ടിയിട്ട് ആ പോളിസി റേറ്റുകൾ ഫിക്സ് ചെയ്യുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പുതിയ ഇത് വന്നതേ ഉള്ളൂ അല്ലേ? എന്താ ചേഞ്ച് ഇത്തവണ പുതിയ മോണിറ്ററി പോളിസി കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താ ചേഞ്ച് വന്നേക്കുന്നത്? റിപ്പോ റേറ്റ് ചേഞ്ച് ആക്കിയിട്ടില്ല. അതാണ് അതിനകത്തെ രസം. തുടർച്ചയായിട്ട് 6ാമത്തെ തവണയും കണ്ടല്ലേ ചേഞ്ച് ആക്കാൻ നിർത്തുന്നത്. എന്താ അതിനകത്ത് ചേഞ്ച് ചെയ്തത്? പത്രം വായിച്ചിട്ടില്ല, ഇത് വായിച്ച് ചേഞ്ച് ആക്കിയിട്ടില്ല. അപ്പൊ അടുത്ത അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അടുത്ത കണക്റ്റഡ് ന്യൂസ്. എന്താ ചേഞ്ച് ചെയ്തത്? എല്ലാവരും പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുക, അതിനകത്തൊന്നും ഒന്നുമില്ല. കഴിഞ്ഞ ദിവസത്തെ ന്യൂസാ ചോദിച്ചത്. MBCയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നത് കണ്ടോ? റിപ്പോ റേറ്റ് വീണ്ടും ചേഞ്ച് ആക്കാതെ നിർത്തിയിരിക്കുന്നു. പക്ഷെ എന്തോ ഒരു കാര്യം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ ചേഞ്ച് ചെയ്തത്? അടിസ്ഥാന കാര്യം മനസ്സിലാക്കാതെ ചേഞ്ച് ചെയ്തിട്ടില്ല എന്ന് മാത്രമായി ചോദിച്ചു. എന്തുവാ ബേസ് റേറ്റ്, ബേസ് ഇയർ പോലും അതൊന്നുമല്ല. ലിക്വിഡിറ്റി കൂട്ടാൻ വേണ്ടി എന്തോ ഒരു കാര്യം ചെയ്തു, അതാണ് അതിനകത്തെ വിഷയം. ലിക്വിഡിറ്റി കൂട്ടിയിട്ടുണ്ട്. CRR കുറച്ചു. ശ്രദ്ധിക്കണം. CRR ഇപ്പോൾ 4% CRR 4% ബാങ്ക്സിൻ്റെ ലിക്വിഡിറ്റി കൂടും അല്ലേ? അതായത് RBIയിൽ കൊണ്ടുവെക്കേണ്ട എമൗണ്ട് കുറയും. അതായത് അവർക്ക് അതെടുത്ത് യൂസ് ചെയ്യാം, ലിക്വിഡിറ്റി കൂട്ടാനുള്ള പരിപാടി. ഇനി നോക്കിയേ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് ടു RBI ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി സെൻട്രൽ ഗവൺമെന്റ് ഡിറ്റർമിൻസ് ദി ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഇൻ ടേംസ് ഓഫ് CPI once in every 5 years. നേരത്തെ ഈ കണ്ട സ്റ്റേറ്റ്മെന്റ് പോലെയൊക്കെ തന്നെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ലോജിക്കില്ലായ്മയുടെ വലിയൊരു സാധനം അതിനകത്ത് കിടപ്പുണ്ട്. ഇത് ഞാൻ ക്ലാസ്സിൽ എൻ്റെ മെറ്റീരിയൽ വായിച്ചിട്ടുണ്ടെങ്കിലും കിട്ടും കേട്ടോ. ഏത് വഴി കൂടെ ആണെങ്കിലും ഇതിനകത്ത് ആൻസർ 3 വഴിക്ക് ആൻസർ കിട്ടാനുള്ള എല്ലാം ഉണ്ട്. തെറ്റിച്ചവർ മാത്രം കൈവെക്കുക. വാവ് ബാക്കിയുള്ളവർ പൊക്കാത്തതാ, ഒരുപാട് പേര് തെറ്റിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നോക്കിയേ, ഇനി ക്വസ്റ്റ്യനിലോട്ട് നോക്കിയേ. RBI ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെന്റ് ഡിറ്റർമിൻസ് ദി ഇൻഫ്ലേഷൻ ടാർഗറ്റ്. അതായത് സർക്കാരിൻ്റെ കൺസൾട്ടേഷൻ എടുത്തുകൊണ്ട് RBI ആണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. once in 5 years. ആ പോർഷൻ കറക്റ്റാ. once in 5 years ഓക്കെ. RBI ആണോ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്? ആരാ? സെൻട്രൽ ഗവൺമെന്റാ. അപ്പൊ അത് നേരെ തിരിഞ്ഞു വരണമായിരുന്നു. എന്ത്? സെൻട്രൽ ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് RBI എന്ന് പറഞ്ഞതായിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് ആണ് അവിടെ ഫിക്സ് ചെയ്യുന്നത്. RBIയോട് ഇവിടെ തിരക്കും. മനസ്സിലായോ? ഇപ്പം കണ്ടോ, ലോജിക്കില്ലായ്മ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഞാൻ അടുത്തതിലോട്ട് പോയിട്ടേ. അത് ഇത് കഴിഞ്ഞ ദിവസത്തെ നോട്ടിനകത്ത് കിടപ്പുണ്ട്. RBI മാനേജസ് ദി ഫോറിൻ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ അണ്ടർ RBI ആക്ട് 1934. Another statement intention is to make foreign trade, foreign investment and external commercial borrowings easier. ആൻസർ എന്താ? അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ശരിയോ തെറ്റോ? തെറ്റാണ്. എന്താ തെറ്റ്? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു പോയ ആക്ട് ഏതാ ആക്ട്? ഫെമ. RBI ആക്ടിന്റെ അടിസ്ഥാനത്തിലല്ല RBI ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് നടത്തുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഫെറ എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു, അതിനെ മാറ്റിക്കൊണ്ടാണ് ഫെമ എന്ന് പറയുന്ന ആക്ട് 1999 വന്നത്. സെക്കൻഡ് വൺ ട്രൂ ആണ്. ഓക്കെ.